ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയും RSSുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. അവിടെ നടന്നിട്ടുള്ള പൂരം കലക്കലുകളിൽ ഈ ആരൊക്കെ ഇപ്പോൾ RSSൻ്റെ നേതാക്കന്മാരും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാക്കന്മാരും ദുരൂഹമായ സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ സന്ദർഭങ്ങളും അവരവിടെ വന്നിരുന്നു. ഇവരാരും ഒരു പൂരത്തിന് ഞാൻ മുമ്പ് കണ്ടിട്ടുള്ള ആൾക്കാരല്ല, അവിടെ വന്നിരുന്നു. സുരേഷ് ഗോപി പെട്ടെന്ന് ആംബുലൻസിൽ കയറി വരും. ഏത് ആംബുലൻസിലാണ്? RSSൻ്റെ സേവാഭാരതിയുടെ ആംബുലൻസിലാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. ആ രംഗത്ത് അദ്ദേഹത്തെ കൊണ്ടുവരാനിടയ്ക്ക് സാഹചര്യം എന്തിനാണ് ആംബുലൻസ് വന്നത്? അദ്ദേഹത്തിന് ഞങ്ങളൊക്കെ നടന്നല്ലേ വന്നേ? ഞങ്ങൾ ആളുകളൊക്കെ അവിടെ നടന്നിട്ടല്ലേ എത്തിയത്? അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനത്തിൽ അതിന് വരാമല്ലോ. അപ്പോൾ ആംബുലൻസ് തന്നെ വന്നെങ്ങനെയാണ്? ആംബുലൻസിൽ അങ്ങനെ ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള സാധനമാണ് ആംബുലൻസ്. അത് തന്നെ തെറ്റാണ്. അതൊക്കെ അന്വേഷിക്കണം. അന്വേഷണത്തിൽ വരേണ്ട കാര്യങ്ങളാണ്. ആംബുലൻസിൽ ഒരു രോഗികളെ കൊണ്ടുപോകേണ്ട ആംബുലൻസ് ആശുപത്രിയിലേക്ക് പോകുന്നതിന് ഒരു ആംബുലൻസ് നേരെ ഇവിടേക്ക് വരുന്നു എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനം?